പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി. ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഹലോ എല്ലാരും ഓഡിബിൾ അല്ലേ? ഹലോ എടാ, നിങ്ങൾ ഓഡിബിൾ ആണെങ്കിലേ ഒരു തംസപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ഓക്കെ ആണെന്നൊന്ന് പറയോ? ഓഡിബിൾ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓഡിബിൾ അല്ലേ? ഹായ് ഹലോ. സോ വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്നും വിശ്വസിക്കുന്നു. സോ നമ്മുടെ എക്സാം ഇവിടെ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ റിവിഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ യൂട്യൂബിലായാലും സൂമിലായാലും ഒരുപാട് സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ ഒരു ലാപ്പായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു
വീഡിയോ സെക്ഷനാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈവിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ഓൾ, ഹായ് ഓൾ, ഹായ് 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 ഹായ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവില് നിങ്ങൾ ഡൗട്ടും ചോദിക്കാം. പലപ്പോഴും നിങ്ങൾ കഴിഞ്ഞ ലൈവൊക്കെ നിങ്ങൾ പിന്നീട് അവസാനത്തേക്കല്ല ഡൗട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ലൈവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ നമ്മുടെ നിയോസ് ബിഗ് ബാഷ് ആണ്. ഓക്കെ. സോ ഓരോരോ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോവാം. ഓക്കെ ആണല്ലോ? തുടങ്ങിക്കോട്ടെ. ഒന്ന് യെസ് പറഞ്ഞേ. നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് ഓക്കെ പറഞ്ഞ എല്ലാവരും. Atom have completed the outermost shell are called. Okay, the elements whose atom have completed the outermost shell. Okay, നമ്മൾ ആറ്റത്തിനെ പറ്റി പഠിച്ച സമയത്ത് നമ്മൾ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ആറ്റത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ആറ്റം ചിലപ്പോൾ അവന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ബോണ്ട് ഫോർമേഷന് വേണ്ടി അവൻ ശ്രമിക്കുമെന്ന്. ഓക്കെ, പക്ഷെ ചില ആറ്റങ്ങൾ എന്ത് ചെയ്യില്ല, ബോണ്ട് ഫോർമേഷന് വേണ്ടി ശ്രമിക്കില്ല. കാരണം അവരേല് എന്തോ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ അതിനെ ഒക്ടക്റ്റ് എന്നൊക്കെ വിളിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയ ആ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന്റെ മൂലകങ്ങളെ നമ്മൾ ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു? അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം. The element whose atom have completed the outermost shell are called. എന്തായിരുന്നു? പറഞ്ഞേ എന്തായിരുന്നു? എന്താണ് പറഞ്ഞോ? നോൺ മെറ്റൽസ് ആണോ, നോബിൾ ഗ്യാസ് ആണോ, മെറ്റലോയിഡ് ആണോ, മെറ്റൽ ആണോ? യെസ്, വെരി ഗുഡ്. നോബിൾ ഗ്യാസസ് എന്നാണ്. ഓക്കെ, നോബിൾ ഗ്യാസസ്. ഓക്കെ, ആരൊക്കെയാണ് ആ ഗ്രൂപ്പിൽ വരുന്നത്? നമ്മുടെ 18ാമത്തെ ഗ്രൂപ്പുള്ള പീരിയോഡിക് ടേബിൾ ടോട്ടൽ 18 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ് ഇവര്, അല്ലേ? ആരൊക്കെ? ഹീലിയം, നിയോണ്, ക്രിപ്റ്റോൺ, സിനോൺ, ആ ഒരു ഗ്രൂപ്പ്. ഇവർക്ക് ഓൾറെഡി 8 ഇലക്ട്രോൺ കംപ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവർ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ ഇവരെ അലസവാദങ്ങൾ, ഉത്കൃഷ്ടവാദങ്ങൾ എന്നൊക്കെ ആയിരുന്നു വിളിച്ച്, ആണല്ലോ. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? നോബിൾ ഗ്യാസസ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല എല്ലാവർക്കും? അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് മാക്സിമം ക്വസ്റ്റ്യൻ, ഞാൻ കഴിയുന്നതും എല്ലാ ക്വസ്റ്റ്യനിലും ആ ഒരു ഏരിയയിൽ നിന്ന് വരാവുന്ന എല്ലാ ചാൻസുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ പോവാണെങ്കിലും എല്ലാ കാര്യങ്ങളും ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ദ നമ്പർ ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇൻ 3 പാർട്ടിക്കിൾ ആർ എക്സ്, വൈ, സെഡ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞു പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എക്സ്, വൈ, സെഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒരു മൂലകത്തിന്റെ ആട്ടോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് 19 ആണ്. ഓക്കെ, പ്രോട്ടോണിന്റെ നമ്പർ 19 ആണ്, ന്യൂട്രോണിന്റെ നമ്പർ 21 ആണ്, ഇലക്ട്രോണിന്റെ നമ്പർ 19 ആണ്. നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ പറയുന്ന സമയത്ത്, ഇപ്പം ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആളിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, ഹീലിയം 2 ആണ്, പിന്നെ ലിഥിയം എന്ന് പറയുന്നത് 3 ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ പറയുന്നത്? ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺ. ഓക്കെ, പ്രോട്ടോൺ എത്രയുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അറ്റോമിക് നമ്പർ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പർ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അയോൺസ് ആവുമ്പോഴാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് എക്സ് എന്ന ഒരു ആള് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ്, നമ്മൾ എന്ത് പറയും? 2+ എന്ന് പറയും. അവന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോൺ അവന്റെ നഷ്ടപ്പെടും. അപ്പൊ ആ ഒരു പ്രോട്ടോണിന്റെ നമ്പറിൽ നിന്നും ഇലക്ട്രോണിന്റെ നമ്പറിൽ നിന്നും 2 നമ്മൾ കുറയ്ക്കണം. 2+ എന്ന് പറഞ്ഞാൽ 2 കുറയ്ക്കണം. ഇനി ഒരു പക്ഷെ x2- ആണെങ്കിലോ 2 ഇലക്ട്രോൺ നമ്മൾ കൂട്ടണം. ഓക്കെ, ഇപ്പൊ 3ലേക്ക് നമ്മൾ 2 കൂട്ടണം. ഓക്കെ, 3 ആണെങ്കിൽ അപ്പൊ 5 ആവും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നമ്മൾ അയോൺസ് ആയിട്ടും പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദി നേച്ചർ ഓഫ് പാർട്ടിക്കിൾ എന്നാണ് ഇവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓരോരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ നിങ്ങൾ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. എക്സ് ആൻഡ് വൈ ആർ ദി ആറ്റംസ് ഓഫ് 2 ഡിഫറെന്റ് എലമെന്റ്സ്. ഓക്കെ, എക്സ് ആൻഡ് സെഡ് ആറ്റം ഓഫ് ദി 2 ഡിഫറെന്റ് എലമെന്റ്സ്. എക്സും വൈയും 2 ഡിഫറെന്റ് മൂലകങ്ങളാണ്, എക്സും സെഡും 2 ഡിഫറെന്റ് മൂലകങ്ങളാണെന്ന് പറഞ്ഞു.
നോക്കിയാ നിങ്ങള് അത് രണ്ടും ശരിയാണോ? എക്സിന്റെയും സെഡിന്റെയും വൈന്റെയും മൂന്നിന്റെയും പ്രോട്ടോൺ നമ്പർ സെയിം അല്ലേ? നോക്കിയാ നിങ്ങള് ഇത് 19ആണ്, ഇത് 19ആണ്, ഇത് 19ആണ്. പ്രോട്ടോൺ നമ്പർ അല്ലേ നമ്മൾ അറ്റോമിക് നമ്പർ ആയിട്ട് പറയുന്നത്. അപ്പം അറ്റോമിക് നമ്പർ എല്ലാതിന്റെയും സെയിം ആണെങ്കിൽ അത് മൂന്നും ഒരേ എലമെന്റ് ആണെന്നല്ല അതിന്റെ അർത്ഥം, ഒരേ മൂലകമാണെന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ. ഇവിടെ ചേഞ്ച് വരുന്നത് ആരെയിലാ? ഇലക്ട്രോണിലും അതേപോലെ ന്യൂട്രോണിലും. ഓക്കെ, അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. Y is an element and Z is an ion. Y എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്, Z എന്ന് പറയുന്നത് ഒരു അയോണുമാണ്. നോക്കിയാൽ നിങ്ങൾ ശരിയാണോ? Y ഒരു ആറ്റമാണ്. Y നോക്കിയാൽ നിങ്ങൾ ഇപ്പം പ്രോട്ടോൺ 19, ന്യൂട്രോൺ 21, ഇലക്ട്രോൺ 17 എന്ന് പറയും. ഓക്കെ, Y ഒരു ആറ്റം ആയിരുന്നെങ്കിൽ ഈ ഇലക്ട്രോൺ രണ്ടുപേരും എക്സിന്റെയും സെഡിന്റെയും ഇലക്ട്രോണിന്റെ ഈ ഒരു 19, 19 രണ്ടും സെയിം ആയിട്ടല്ലേ വരുന്നത്. ഓക്കെ, ഇലക്ട്രോൺ നമ്പർ രണ്ടിനും സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷേ വൈക്ക് മാത്രം അത് ഡിഫറെന്റ് ആയി വരുന്നു. വൈയിൽ നിന്ന് രണ്ടെണ്ണം കുറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു X2+ ആണെങ്കിൽ രണ്ടെണ്ണം കുറയ്ക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്ന് പറയുന്നത് ഒരു അയോൺ അല്ലേ? ഇവിടെ Y എന്ന് പറയുന്നത് ഒരു അയോൺ ആണ്. ഓക്കെ, സോ Y is an atom and Z is an ion എന്നുള്ളത് തെറ്റായ കാര്യമല്ലേ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഓക്കെ, ഇനി നാലാമത്തെ നോക്കിയേ നിങ്ങൾ. എക്സ് ഈസ് ആൻ ആറ്റം ആൻഡ് വൈ ഈസ് ആൻ അയോൺ. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു വൈ എന്ന് പറയുന്ന ആള് ഒരു അയോൺ ആണെന്ന് പ്രൂവ് ചെയ്തു, എക്സ് എന്ന് പറഞ്ഞ ആള് ഒരു ആറ്റം ആണെന്നും പ്രൂവ് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ വായിച്ച ഒരാൾക്കല്ലേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യനിലേക്കും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു എബിലിറ്റി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് പ്രോബ്ലം ചെയ്യാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 elements ഈച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ ഇൻക്രീസിങ് ഓർഡറും ഡിക്രീസിങ് ഓർഡറും നമ്മൾ പീരിയോഡിക് ടേബിൾ പറഞ്ഞിരുന്നു ആണല്ലോ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓർഡർ പറഞ്ഞത്? ഇപ്പൊ പീരിയോഡിക് ടേബിളിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമോ കുറയുമോ? നമ്മൾ പീരിയോഡിക് ടേബിളിൽ നിന്ന് ടോപ്പ് ടു ബോട്ടത്തിലേക്ക് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമോ കുറയുമോ? എങ്ങനെയായിരുന്നു നമ്മളത് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ. പറഞ്ഞേ. യെസ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ഓക്കെ, അതേപോലെ ടോപ്പ് ടു ബോട്ടം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ലിഥിയം ഇപ്പൊ ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ കാണാം. നിങ്ങളെ ലെഫ്റ്റ് ഇതായിരിക്കും. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. ഞാൻ പറയാം. ഹൈഡ്രജൻ മുകളിലുണ്ട്, താഴെ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇങ്ങനെയല്ല വരിക. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കായിരിക്കും? നിങ്ങൾ ചിലപ്പം പറയാ ഈ 18ാമത്തെ ഗ്രൂപ്പിനായിരിക്കും. 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അവർ ഓൾറെഡി ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് അലസവാദങ്ങൾ എന്ന് വിളിച്ച്, ഇനർട്ട് ഗ്യാസ് എന്ന് വിളിച്ച്. അപ്പൊ അവരെ കൺസിഡർ ചെയ്യരുത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കായിരിക്കും? 17ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കല്ലേ? 17ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ആർക്കായിരിക്കും? ഫ്ലൂറിൻ എന്ന ആൾക്കായിരിക്കും. ഓക്കെ ആണല്ലോ? സോ ഫ്ലൂറിൻ is the most electronegative element. ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ. ഇനി മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ഓക്കെ, അങ്ങനെയാണ് ഫ്ലൂറിൻ താഴെ ആരാ? ക്ലോറിൻ. അത് കഴിഞ്ഞിട്ട് ആരാ? ബ്രോമിൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആരാ? അയോഡിൻ, അസ്റ്റാറ്റിൻ, അങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കി ഈ ഒരു 1 മിസ്സിംഗ് ആയിപ്പോയി. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ക്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നിങ്ങൾ പറഞ്ഞേ. നോ ഡൗട്ട് ഏറ്റവും കൂടുതലായിരിക്കും നമ്മളോട് ചോദിച്ച് ഇൻക്രീസിങ് ഓർഡറിൽ പറയണം. ഓക്കെ, കൂടുന്ന ആ ഒരു ഓർഡറിൽ പറയാൻ, അധികരിക്കുന്ന ഓർഡറിൽ പറയാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വരിക. ബ്രോമിൻ ആയിരിക്കും ഏറ്റവും കുറവ്, ക്ലോറിന് പിന്നെയും കുറവ്, ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ, ബ്രോമിനെക്കാട്ടിലും കൂടുതലായിരിക്കും ക്ലോറിന്,
ക്ലോറിനേക്കാളും കൂടുതലായിരിക്കും ആർക്ക്? നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആൾക്ക്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ വരുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ബൈ റേഡിയോതെറാപ്പി ഇൻവോൾവ്സ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്, ഒരു സ്പെഷ്യൽ ടെക്നിക് ഉണ്ട്. ആ ടെക്നിക്കിന്റെ പേരെന്താ? ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നു കേട്ടോ. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ബൈ റേഡിയോതെറാപ്പി. ഓക്കെ, റേഡിയോതെറാപ്പിക് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യം, റേഡിയോതെറാപ്പി ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു റേ, സ്പെഷ്യൽ റേ അല്ലെങ്കിൽ റേഡിയേഷൻ, അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷനിൽ ഇവര് ന്യൂക്ലിയർ റേഡിയേഷൻ തന്നിട്ടുണ്ട്, എക്സ്റേ തന്നിട്ടുണ്ട്, അൾട്രാ വയലറ്റ് തന്നിട്ടുണ്ട്, ലേസർ തന്നിട്ടുണ്ട്. ഏതായിരിക്കും? നോ ഡൗട്ട്, ഒരിക്കലും മറക്കരുത്, ന്യൂക്ലിയർ റേഡിയേഷൻസ് ആട്ടോ. ന്യൂക്ലിയർ റേഡിയേഷൻസ് ആണ് നമ്മുടെ റേഡിയോ തെറാപ്പിയിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ റേഡിയോ തെറാപ്പിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളാരാ? ന്യൂക്ലിയർ റേഡിയേഷൻ ഈസ് ഇൻവോൾവ് ഇൻ റേഡിയോ തെറാപ്പി. ഓക്കെ, ഇനി എ കൈൻഡ് ഓഫ് മൈക്രോബ്സ് which fix free nitrogen of the atmosphere into nitrates, and nitrates are found in. Okay, a kind of microbes which fix free nitrogen of the atmosphere into nitrates, and nitrates are called. Very simple, നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചു വരുന്ന സംഭവം. ഈ നൈട്രേറ്റ്സ് നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള ഫ്രീ നൈട്രജനെ നൈട്രേറ്റ്സും അതേപോലെ നൈട്രേറ്റ്സും ഒക്കെ ആക്കി മാറ്റുന്നത് എന്താണെന്നാ ചോദിച്ചത്. ഓക്കെ, ഇത് നിങ്ങൾ പലപ്പോഴും എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പല കൃഷിയിടങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിളവെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പയറ് നടാറുണ്ട്. ഓക്കെ, അതിന്റെ ആൻസർ ആണിത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? അവിടുത്തെ ഫ്രീ നൈട്രജനെ നമ്മൾ നൈട്രേറ്റ്സും ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. എന്തുകൊണ്ടാ? നമ്മുടെ ഈ പയറ് ചെടികളിൽ, ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ എന്തുണ്ട്? റൂട്ട് നോഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, ഈ റൂട്ട് നോഡ്യൂൾസിലുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ബാക്ടീരിയയുടെ ഇൻവോൾവ്മെന്റും ഉണ്ട്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയറിലുള്ള ഫ്രീ നൈട്രജനെ എന്താക്കി കൺവേർട്ട് ചെയ്യാൻ? നൈട്രേറ്റ്സും അതേപോലെ നൈട്രേറ്റ്സും ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ആണല്ലോ? സോ ഇതിന് ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഉത്തരം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി. റോട്ടിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, മിൽക്ക് അണ്ടർഗോയിങ് ചേഞ്ച് ഫ്രം കേർഡ്, stale bread that has developed bread mold, root nodules of plants like peas and beans. ഓക്കെ, പയറുവർഗ്ഗങ്ങളിൽ വിടുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതല്ല നമ്മുടെ ആൻസർ. ഇതൊക്കെ തെറ്റല്ലേ? ഓക്കെ, ഇത് പലപ്പോഴും ഇത് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങളെ മൈൻഡിലേക്ക് കയറിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ്, ദി അലോട്രോപ്പ് ഓഫ് കാർബൺ which is slippery to touch and is a good conductor of electricity ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ദി അലോട്രോപ്പ് ഓഫ് കാർബൺ which is slippery to touch and a good conductor of electricity. നമ്മൾ 3 കോമ്പൗണ്ട്സ്, നമ്മൾ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആയിട്ട് ഡയമണ്ട് പഠിച്ചു, ഗ്രാഫൈറ്റ്, കാർബൺ കോമ്പൗണ്ട്. കാർബണിന്റെ കോമ്പൗണ്ട്സിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതായിരുന്നു ഡയമണ്ട്, ചാർക്കോള്, ഗ്രാഫൈറ്റ് ഒക്കെ. ഓക്കെ, അതില് ഗ്രാഫൈറ്റിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു എന്ത്? നമ്മുടെ ഈ ഒരു അലോട്രോപ്പ്, ഈ ഒരു കാർബണിന്റെ അലോട്രോപ്പ്, ഗ്രാഫൈറ്റ് എന്ന അലോട്രോപ്പ്, ദേ ആർ സ്ലിപ്പറി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഇയാൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ പെൻസിലിന്റെ മോന അതെന്താ? ആക്ച്വലി ഗ്രാഫൈറ്റ് ആണ്. ആൻഡ് ദേ ആർ എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഓൾസോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ദി അലോട്രോപ്പ് ഓഫ് കാർബൺ വിച്ച് ഈസ് സ്ലിപ്പറി ടു ടച്ച് ആൻഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. മറ്റൊരു ചോദ്യത്തിനുള്ള ആൻസറും ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഏതായിരിക്കും ഉത്തരം? നോടോ, ഡയമണ്ട്, ബോണ്ട് ചാർക്കോൾ, സൂട്ട്. ഏതാണ്? ഗ്രാഫൈറ്റ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ ഗ്രാഫൈറ്റ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ? ഇനി നോക്കിയാൽ നിങ്ങൾ the cell organelles which coordinate the activity of all other cell parts is. The cell organelles
which coordinate the activities of all other cell parts it. ഏതായിരിക്കും? ഓക്കെ, നമ്മളിപ്പോ ഒരു സെല്ല് പറയുമ്പോൾ ആ സെല്ലിന് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരാൾ വേണ്ടേ എല്ലതും കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും. നമുക്ക് സെല്ലിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നറിയാം, സെൽ ഓർഗനൽസ് ഉണ്ട് എന്നറിയാം. ഓക്കെ, മൈറ്റോകോൺട്രിയ ഉണ്ട്, ലൈസോസോം ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, അതേപോലെ ഗോൾജി ബോഡി ഉണ്ട്. അങ്ങനെ ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. ഈ സെൽ ഓർഗനൽസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു കംപ്ലീറ്റ് ഫങ്ഷൻസും നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആളവിടെ അത്യാവശ്യമല്ലേ. ആരായിരിക്കും അത്? ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനാ. ഓക്കെ, 2 തവണ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ന്യൂക്ലിയസ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ദ സെൽ ഓർഗനൽ which coordinate the activity of all other parts is called nucleus. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഈ ഒരു കൺസെപ്റ്റിലൂടെ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ കൂടിയും ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഓരോ ആൾക്കാരെ, ഓരോ സെൽ ഓർഗനൽസിന്റെ സ്പെസിഫിക് ഫങ്ഷൻസ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ന്യൂക്ലിയസിന്റെ എന്തായാലും കണ്ടെയ്ൻ DNA and is the brain of cell. Okay, they are the central nucleus of the cell. Okay, and the nucleolus nucleolus എന്താ? It is the inner particle of nucleus that begins the assembly of ribosome. പ്രോട്ടീൻ സിന്തസിന് വേണ്ടിയിട്ട്, റൈബോസോം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ന്യൂക്ലിയോളസ് ആണ് നമ്മുടെ ഈ റൈബോസോമിനെ അസംബിൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ക്ലോറോപ്ലാസ്റ്റ് ഏതിലാണ്? ആ പ്ലാന്റ് സെല്ലിലാണ്. ആനിമൽ സെല്ലല്ല, പ്ലാന്റ് സെൽ. ഇവരാണ് എന്ത്? നമ്മുടെ ഫോട്ടോസിന്തസിന് വേണ്ടി, പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സൺലൈറ്റിനെ ആഗിരണം ചെയ്തിട്ട് അത് എന്താക്കി മാറ്റും? എനർജി ആക്കി മാറ്റും. ഓക്കെ, ആൻഡ് ക്യാപ്ചേഴ്സ് എനർജി ഫ്രം സൺലൈറ്റ് ഫോർ ദി ഫോട്ടോസിന്തസിസ്. അല്ലെങ്കിൽ നമുക്ക് ഇവരെ സോളാർ പാനൽസ് എന്ന് വിളിക്കാം. ഓക്കെ, സോളാർ പാനൽസ് ഓഫ് പ്ലാന്റ്സ് എന്ന് വിളിക്കാം. ആരാണ്? ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിച്ചേക്കാം, വിച്ച് ആർ ദി സോളാർ പാനൽസ് ഓഫ് പ്ലാന്റ്സ്? ഏതാണ്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ്, ഗോൾജി ബോഡി അപ്പാരറ്റസ്. ഗോൾജി ബോഡി അപ്പാരറ്റസ് എന്താ ചെയ്യുന്നത്? ദേ മോഡിഫൈ, സോർട്ട് ആൻഡ് ഷിപ്പ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ്. അവരെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഓഫ് ദ സെൽ ആയിട്ടും പറയാം. ദേ മോഡിഫൈ, ദേ സോർട്ട് ആൻഡ് ദേ ഷിപ്പ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ്. ഓക്കെ ആണല്ലോ. അതാണ് നമ്മുടെ ഫംഗ്ഷൻ? നമ്മുടെ ഗോൾജി അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി മൈറ്റോകോൺട്രിയയിലേക്ക് വരുമ്പോൾ, മൈറ്റോകോൺട്രിയ എന്താ? മൈറ്റോകോൺട്രിയ ഒന്നും നിങ്ങൾ എനർജി. ഓക്കെ, ദേ ആർ ദി സൈറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ. അവിടെയാണ് എനർജി ഉണ്ടാക്കുന്നത്. സോ മൈറ്റോകോൺട്രിയ ഈസ് ദ സൈറ്റ് ഓഫ് എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി റൈബോസോം ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു? പ്രോട്ടീന്റെ സിന്തസിസിന് വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ റൈബോസോം എന്ന് പറയുന്ന ആള്. ഓക്കെ ആണല്ലോ. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിലോ, ദേ ക്രിയേറ്റ് ലിപ്പിഡ്സ് ഫോർ ദി സെല്ലുലാർ മെമ്പറൈൻ. ഓക്കെ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് നമ്മുടെ ലിപ്പിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അവിടെ എന്താ? പ്രോട്ടീൻ. ഓക്കെ, അവിടെ പ്രോട്ടീൻസ് എംബഡ് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതേപോലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഭാഗം. ഓക്കെ ആണല്ലോ. ഇനി ലൈസോസോം എന്ന് പറഞ്ഞാൽ എന്താ? ഫാഗോസൈറ്റോസിസ് സെൽസ് ആണ്. ഓക്കെ, ഇവരെ എൻഗൾഫ് ചെയ്യും പാത്തജൻസിനെ. ഓക്കെ ആണല്ലോ. അപ്പം ഇത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൽ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വൺ വേർഡ് ആയിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിച്ച ഉറപ്പാണ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോയിക്കും. ഓക്കെ ആണല്ലോ. നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഫൈൻഡ് ആൻ ആനിമൽ വിത്ത് 3 pair of legs, 3 പെയർ ലെഗ്സ്, ഇറ്റ് ഈസ് ലൈക്ലി ടു ബി. കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ഈ സിലബസ് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ നിങ്ങൾ, ഇഫ് യു ഫൈൻഡ് ആൻ ആനിമൽ വിത്ത് 3 pair of legs, ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എന്തായിരിക്കും? സ്കോർപിയോൺ, സ്പൈഡർ, കങ്കാരു, കോക്രോച്ച്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഈ സ്പൈഡർ, ഞാൻ അങ്ങനെ പറയല്ലോ, സെക്കൻഡ് ഓപ്ഷൻ സ്പൈഡർ. നമ്മൾ എന്താ സ്പൈഡറിനെ മലയാളത്തിൽ പറയാ? ജസ്റ്റ് 8 കാലി എന്നല്ലേ പറയാ. ഓക്കെ, ഈ 8 കാലുള്ള ആൾ എങ്ങനെയാ? 3 പെയർ ലെഗാ. 3 പെയർ എന്ന് പറഞ്ഞാൽ എത്ര ലെഗ് ഉണ്ടാവും?
6 ലെഗ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ സ്പൈഡർ അല്ല. ഈ സ്പൈഡറും സ്കോർപ്പിയോണും ഒക്കെ നമ്മൾ ഏകദേശം ഒരുമിച്ചല്ല പറയാം. സ്കോർപ്പിയോണും എത്ര ലെഗാണ്? 8 ലെഗാണ്, 4 പേർ ലെഗാണ്. ഇനി കങ്കാരു എങ്ങനെയാ? കങ്കാരുവിന് 6 പേരുണ്ടോ? കങ്കാരു ഒരു ആനിമൽ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാ നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കോക്രോച്ച് ആണ്. കോക്രോച്ചിന് 4 ലെഗാണുള്ളത്. ഓക്കെ ആണല്ലോ, കോക്രോച്ചിന് 4 ലെഗാണുള്ളത്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, നെയിം the state of matter in which the molecules are closely packed and are not able to change places. Give any 2 example of this state. Name the state of matter in which the molecules are closely packed and are not able to change places. നോക്കിയേ, നമ്മൾ 3 രീതിയിലാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞത്. മാറ്ററിന്റെ സ്റ്റേറ്റ് നമ്മൾ 3 രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ നല്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് വേറെ 2 ക്വസ്റ്റ്യനുള്ള ആൻസർ എങ്ങനെ നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആരുണ്ട്? ഇതിനുള്ളിലൊക്കെ മോളിക്യൂൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മോളിക്യൂൾസ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ വെസല്. ഓക്കെ, ഇത് 2ാമത്തെ വെസല്, ഇത് 3ാമത്തെ വെസല്. ഇത് എങ്ങനെയാണ് 3ാമത്തെ വെസല്? ഓക്കെ, ഈ 3 വെസലിലും നിങ്ങൾ നോക്കിയേ എങ്ങനെയാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? 1ാമത്തെ കേസിൽ ദേ ആർ വെരി ടൈറ്റ്ലി പാക്ഡ്. വളരെ ടൈറ്റ് ആയിട്ടാണ് അതിൽ പാക്ക് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനി 2ാമത്തെ കേസിലേക്ക് വരുമ്പോൾ സോളിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൂസ്ലി പാക്ഡാ. 3ാമത്തേലോ വളരെ ടൈറ്റ്ലി പാക്ഡാ. ഓക്കെ, വളരെ ടൈറ്റ്ലി പാക്ഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഈസി മൂവ്മെന്റ് അവർക്ക് പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇവനാണെങ്കിലോ ലിക്വിഡ് ആണെങ്കിലോ കമ്പയറിംഗ് ടു ഗ്യാസ് അത്രത്തോളം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. സോളിഡ് ആണെങ്കിലോ അവർക്ക് മൂവ് ചെയ്യാനേ പറ്റില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, നെയിം ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇൻ വിച്ച് ദ മോളിക്യൂൾസ് ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് നോട്ട് ഏബിൾ ടു ചേഞ്ച് പ്ലേസസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇത്? ഈ ഒരു 3 ABC, ഇതിൽ എ ആണോ ബി ആണോ സി ആണോ? എ അല്ലേ? ഇയാളല്ലേ? നോ ഡൗട്ട്. ഓക്കെ, സോളിഡിന് നിങ്ങൾ 2 എക്സാമ്പിൾ പറയാൻ പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സോളിഡിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. പ്ലാസ്റ്റിക്. പിന്നെ നിങ്ങൾക്ക് വേറെ സോൾഡ് ഐസ് ആയിട്ട് പറയാം. സോൾഡ് ഐസ് എന്താ? ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ? അത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലിക്വിഡ് ആക്കി മാറ്റാം, വീണ്ടും ഗ്യാസ് ആക്കി വേണമെങ്കിലും മാറ്റാം, ടെമ്പറേച്ചർ കൂട്ടിയിട്ട്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, നിങ്ങൾക്ക് സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണെങ്കിലും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. ഓക്കെ ആണല്ലോ. സോ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കി കളയരുത്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദിക്കുക നിങ്ങൾ. നെക്സ്റ്റ് വെരി വെരി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾ കുറെ ഗ്രാം അതേപോലെ ടെക്നിക്കൽ ടേംസ് ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യും. ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞുതരാം. വെരി വെരി സിമ്പിൾ ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. നോക്കിയാ നിങ്ങൾ, a 4 gram of a substance A react with 3 gram of another substance B. അതായത് ഇവർ പറയുന്നത് എ എന്ന ഒരാളും ബി എന്ന ഒരാളും റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് അവര് സി എന്ന ആളും ഡി എന്ന ആളുമായി മാറുന്നു. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ മലയാളം മീഡിയം സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ എയും ബിയെയും നിങ്ങൾ എന്തായിരിക്കും പഠിക്കാം? അഭികാരങ്ങളിലായിരിക്കും പഠിക്കുക. ഓക്കെ, അതേപോലെ സിയും ഡിയും നിങ്ങൾ എന്തായിരിക്കും? ഉൽപ്പന്നങ്ങൾ എന്തായിരിക്കും പഠിച്ചത്. ഓക്കെ ആണല്ലോ. സോ റിയാക്റ്റൻസ്, പ്രൊഡക്റ്റ്, അഭികാരങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ. ഓക്കെ ആണല്ലോ. ഈ 2 ആളുകൾ എ എന്ന ആളും ബി എന്ന ആളും റിയാക്ട് ചെയ്തിട്ട് എന്തെല്ലാമായി മാറുന്നു? സിയും ഡിയും ആയി മാറുന്നു. അതായത് സി എന്ന പ്രൊഡക്റ്റും ഡി എന്ന പ്രൊഡക്റ്റും ആയിട്ട് മാറുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവർ പറഞ്ഞത് 4 ഗ്രാം എയും 3 ഗ്രാം ബിയും റിയാക്ട് ചെയ്തിട്ട് 2.5 ഗ്രാം സിയും എത്രയോ മാസുള്ള ഡിയുമായി മാറുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ മുമ്പിൽ ഒരു ലോ പരിചയപ്പെടുത്താൻ പോവാം.
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും, ഷുവറാണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? ആന്റോണി ലാവോസിയർ. ആന്റോണി ലാവോസിയർ എന്ന സയന്റിസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ലോ പരിചയപ്പെടുത്തി തന്നത്. ഓക്കെ, ആന്റോണി ലാവോസിയർ. ഓക്കെ, അദ്ദേഹം പറഞ്ഞ എന്താന്ന് വെച്ചാല് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എത്ര ഗ്രാം ആണോ എടുത്ത് അതേപോലെ തന്നെ നമുക്ക് എവിടെയും കിട്ടുമെന്നാ പറയുന്നത്, റൈറ്റ് സൈഡിലും കിട്ടുമെന്നാ പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ എത്ര ഗ്രാം ആണ് ടോട്ടൽ? 4 + 3 ദാറ്റ് ഈസ് 7 ഗ്രാം ആണുള്ളത്. അങ്ങനെയാണ് റൈറ്റ് സൈഡിലോ 2.5 ഗ്രാം ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കിയത്. ഇതിന്റെ ആൻസർ കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ്, ഇവിടെ 2.5. 2.5ലേക്ക് എത്ര കൂട്ടിയാലാ 7 ആവുക? നിങ്ങൾ പറഞ്ഞ 2.5ലേക്ക് 4.5 കൂട്ടിയാലല്ലേ നമുക്ക് ഈ ആൻസർ കിട്ടുക, അല്ലേ? ദാറ്റ് ഈസ് ദ സം ഓഫ് റിയാക്ടൻസ് മൈനസ് ദി സം ഓഫ് ദി മാസ് ഓഫ് പ്രൊഡക്റ്റ് വിൽ ഗിവ് ദ മാസ് ഓഫ് ദി ഡി. ഓക്കെ, അഭികാരങ്ങൾ കൂടിച്ചേർന്നിട്ട് ഉൽപ്പന്നമായി മാറുന്ന ഏതൊരു റിയാക്ഷനിലും നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യാം. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആന്റോണി ലാവോസിയർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എന്ത് പറയാം, ആരാണ് ഇത് പ്രപ്പോസ് ചെയ്ത ശാസ്ത്രജ്ഞൻ എന്ന് ചോദിക്കുകയാണ്, അതിനും ആൻസർ കിട്ടി. ആരാ? ആന്റോണി ലാവോസിയർ. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. സം ഓഫ് ദി മാസ് ഓഫ് റിയാക്ടൻ മൈനസ് സം ഓഫ് ദി മാസ് ഓഫ് പ്രൊഡക്റ്റ്. എത്ര കിട്ടി? 4.5 ഗ്രാം ആണ് ലഭിച്ചത്. ഓക്കെ ആണല്ലോ. 4.5 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നിങ്ങൾ ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കി കളയരുത്, ദയവ് ചെയ്ത്. ഓക്കെ ആണല്ലോ. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ടേംസ് കാണുമ്പോൾ നിങ്ങൾ ഇത് ഒഴിവാക്കും. ഒന്നുമില്ല, നിങ്ങൾ എയും ബിയും കൂട്ടിയിട്ട് സി മൈനസ് സി അങ്ങനെ കാണാതെ പഠിച്ചു പോയിക്കോ. ഇനി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത എല്ലോ. നിങ്ങൾ നിങ്ങളുടെ NIOS 10th പേപ്പർ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും, ഇതിനു മുമ്പ് നമ്മൾ സൂമിലൂടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ, ഇനി നിങ്ങൾ ഒരുപക്ഷെ ആ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PDF ആയിട്ട് സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ്സിൽ നിങ്ങൾ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ നമ്പറിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ സ്ലൈഡിന്റെ ലിങ്ക് കിട്ടും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ, ആ ഒരു സ്ലൈഡ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ആ സ്ലൈഡ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സൂമിലൂടെ അതേപോലെ യൂട്യൂബ് ലൈവിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ഈ ഓരോരോ ചാപ്റ്ററിന്റെയും സ്മോൾ പോർഷൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലൂടെ. അത് നിങ്ങളൊന്ന് കാണാം. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് സുഖമായിരിക്കും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യന്റെ ആ ഒരു ടോപ്പിക് എക്സ്പ്ലനേഷൻ ആണ് ആ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ വൈ ഫാസ്റ്റ് ന്യൂട്രോൺസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ടു ഗെറ്റ് ന്യൂക്ലിയർ എനർജി? എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ ഫാസ്റ്റ് ന്യൂട്രോൺ ഉപയോഗിക്കാത്തത് ടു ഗെറ്റ് ന്യൂക്ലിയർ എനർജി? ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമുക്കറിയാം നമ്മൾ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. കാരണം ഫാസ്റ്റ് ന്യൂട്രോൺ കൊളീഷന് വിധേയമാവും. ഓക്കെ, ആൻഡ് they will fail to sustain the chain reaction and reduce the nuclear energy. അവിടെ ആ ഒരു ടേം കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസുകൾ തമ്മിൽ കൂട്ടിമുട്ടും. ഓക്കെ, the chances of collision of fast neutron with nuclear few and hence they will fail to sustain the chain reaction and reduce the nuclear energy. ഓക്കെ ആണല്ലോ. സോ കൊളീഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലം, one of the purpose of night sky watching is to know the advanced possibility of head-on collision of large meteoroid with the earth. Suggest a way to avoid such an event and mention any other
purpose of night sky watching. ഓക്കെ, നൈറ്റ് സ്കൈ വാച്ചിങ്ങില് നമുക്ക് എന്തെങ്കിലും ഒരു പെർപ്പസ് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ അവർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എങ്ങനെ ബൈ ക്രിയേറ്റിംഗ് ബിഗ് എക്സ്പ്ലോഷൻ നിയർ ദി മീറ്റിറോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബിഗ് എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്താല് നമുക്ക് അവിടെയും എന്താ പൊല്യൂഷൻ പർപ്പസ് തന്നെ. ഓക്കെ, ആൻഡ് അതർ പർപ്പസ് ടു സ്റ്റഡി അബൌട്ട് ദി കോൺസ്റ്റലേഷൻ. ഓക്കെ ആണല്ലോ, അങ്ങനെ നമുക്ക് എന്ത് പോസിബിൾ ആക്കാം, നമുക്ക് നൈറ്റ് സ്കൈ വാച്ചിങ് പോസിബിൾ ആക്കാം. ഓക്കെ ആണല്ലോ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ, 2 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓരോരോ ലെവലിൽ ആദ്യം നമ്മൾ MCQ വന്നു, പിന്നെ നിങ്ങൾക്ക് 3 മാർക്ക്, ഇനി നമ്മൾ ലോങ് ആൻസർ ടൈപ്പ്, അങ്ങനെയാ പോകുന്നു. ഓക്കെ ആണല്ലോ, ഇനി നെക്സ്റ്റ് നോക്കിയേ, നെയിം ദി കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്സ് of the environment in which temperature, air, water are included, and what is the importance of the components of environment. ഓക്കെ, നമ്മൾ ജനറലി 2 ഭാഗമായിട്ട് പറയാം. 2 ഭാഗം എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ പറയാം, ബയോട്ടിക്കും എബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ ലിവിങ് ഓർഗാനിസം, എബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താ ടെമ്പറേച്ചർ, എയർ, വാട്ടർ, ഇതൊക്കെ എബയോട്ടിക്കിൽ വരുന്നത്. ഓക്കെ, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വേർഡിൽ തന്നെ കിട്ടും, ബയോട്ടിക്. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ബയോളജി. ബയോ എന്ന് പറഞ്ഞാൽ എന്താ ലിവിങ് എന്നർത്ഥം. ബയോ മീൻസ് ലിവിങ്. ഓക്കെ, ജീവനുള്ളത് ബയോട്ടിക്. എബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ ജീവൻ ഇല്ലാത്തത് എന്നർത്ഥം. ഓക്കെ, സോ ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. സോ ഇമ്പോർട്ടൻസ് ഓഫ് എബയോട്ടിക് കോമ്പണന്റ്. ഓക്കെ ആണല്ലോ, നെക്സ്റ്റ് നെയിം ദി സെൽ ഓർഗനൽസ് ഫൗണ്ട് ഇൻ ആൻ ആനിമൽ സെൽ where secretion of enzyme occurs. നമ്മൾ നേരത്തെ പറഞ്ഞു, ആരായിരുന്നു അത്? ഗോൾജി ബോഡി. ഞാൻ നിങ്ങൾക്ക് ഒരു ബോക്സ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ഒരു ബോക്സ് ആയിട്ട് ഗോൾജി ബോഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, സോ ദി നെയിം ഓഫ് സെൽ ഓർഗനൽസ് ഫൗണ്ട് ഇൻ ആനിമൽ സെൽ where secretion of enzyme occurs. എൻസൈം സെക്രീഷൻ ഒക്കർ ചെയ്യുന്ന എവിടെയാ? ഈ ഗോൾജി ബോഡിയിലാണ്. ഓക്കെ, ഗോൾജി ബോഡിയിലാണ് നമ്മുടെ ഈ എൻസൈം സെക്രീഷൻ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റുഡന്റ് wrongly identified bat as a bird. ഓക്കെ, ഒരു വിദ്യാർത്ഥി അവന്റെ സ്റ്റഡിയിൽ അവൻ ബാറ്റ് ഒരു ബേർഡാണ്, ഒരു പക്ഷിയാണെന്ന് കണ്ടെത്തി. മെൻഷൻ എനി വൺ പോയിന്റ് which may have led the student to say. Also give any 2 characteristics which support that bat is not a bird. ഓക്കെ, നമ്മൾ ജനറലി 4 ഡിവിഷൻസ് ആയിട്ട് പറയാം, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവിസ്, മെമ്മേലിയ. ഏവിസ് എന്ന് പറയുന്ന ആളാരാ? ഈ ബേർഡ്സിൽ വരുന്ന ആളാണ്. ഓക്കെ ആണല്ലോ, ബാറ്റ് എന്ന് പറയുന്ന ഒരാള് നമുക്ക് തോന്നും അതൊരു ഏവിസിൽ വരുന്ന ആളുകളാണെന്ന് തോന്നും. കാരണം എന്താ? അവര് പറക്കുന്നു, ചിറകുള്ള ആളുകളായതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് തന്നെ ആയിരിക്കാം ആൻസർ. വൈ? ആ ഒരു സ്റ്റുഡന്റിന്, ആ ഒരു വിദ്യാർത്ഥി അവൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഈ ബാറ്റ് എന്ന് പറയുന്നതിന് വിങ്സ് ഉണ്ട്. സാധാരണ ഏവിസിന് വിങ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു കണ്ടീഷൻ ആയിരിക്കും. സോ വിങ്സ് ഫോർ ഫ്ലൈറ്റ്, അത് തന്നെയാണ് ആൻസർ. കോമൺ ലോജിക്. 2 characteristics like give birth to babies and have backbone. അതൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് വേണമെങ്കിലും എഴുതാം. ഓക്കെ ആണല്ലോ, സോ നെക്സ്റ്റ് മെൻഷൻ എനി 2 points how a clinical thermometer is different from a ordinary mercury thermometer. Okay, what is the body temperature of a normal human adult on Celsius scale? Why can't we use laboratory thermometer to measure the temperature of body? നമ്മൾ ജനറലി തെർമോമീറ്റർ 2 രീതിയിലാണ് പറയാം. ഏതൊക്കെയാ? നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററും അതേപോലെ ഒരുപാട് തെർമോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ജനറലി ഓർഡിനറി മെർക്കുറി തെർമോമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ എന്താ വ്യത്യാസം നോക്കാം. ക്ലിനിക്കൽ തെർമോമീറ്റർ ഹാവ് സ്മോൾ റേഞ്ച് and hence measures the body temperature. ഓക്കെ, നമുക്ക് സ്മോൾ റേഞ്ചിൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിഗ്രി ഫാരൻഹീറ്റിലും ഡിഗ്രി സെൽഷ്യസിലും ഒക്കെ മെഷർ ചെയ്യും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. വൈ കാണ്ട് വി യൂസ് ലബോറട്ടറി തെർമോമീറ്റർ ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി? ഇറ്റ് ഹാസ് എ സ്മോൾ കൺസ്ട്രിക്ഷൻ ഇൻ ദ ട്യൂബ് ടു പ്രിവെന്റ് മെർക്കുറി ഫ്രം റണ്ണിങ് ബാക്ക് ടു ബൾബ്. ആ ഒരു മെർക്കുറി എന്ന് പറയുന്ന ലിക്വിഡ് ഫോമില, അത് ബൾബിന് പിന്നിലേക്ക് പോകും. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് പോകും. അതായിരിക്കും അതിന് കാരണം. ഓക്കെ, ആൻഡ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദി കൺസ്ട്രിക്ഷൻ ഇൻ ഇറ്റ്സ് ട്യൂബ് ആൻഡ് മെർക്കുറി ഡ്രോപ്പ് ഡൗൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് തന്നെ അതിൽ എന്ത് സംഭവിക്കും? അത് താഴത്തേക്ക് പോകും. ഓക്കെ ആണല്ലോ, ബൾബിലേക്ക് പോകും.
ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ. Give the condition under which magnitude of displacement is equal to the distance covered by the body. ഓക്കെ, എ ബോഡി, നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഓരോ കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്, എ ബോഡി മൂവ്സ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഒരു ബോഡി മൂവ് ചെയ്യാം 2 kilometer away on a straight level road and reaches back to A. What is the magnitude of the displacement of the body? Also, find out the distance traveled. A എന്ന ബോഡി, ഓക്കെ സോറി, എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ആദ്യം നമ്മളോട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ചോദിച്ചു. ഓക്കെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി. ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഒരാൾ വരാം. ഓക്കെ, അതേസമയം ബി എന്ന പോയിന്റിൽ നിന്ന് അതേ ആൾ തന്നെ എയിലേക്ക് വീണ്ടും വന്നാൽ അവിടെ അവന് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മറിച്ച് അവന്റെ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് ഇതിപ്പോ എക്സ്, ഇത് വൈ, ഇവന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. പക്ഷെ ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് മൈനസ്, സോറി, നമ്മുടെ ഇവിടെ രണ്ടും ഈക്വൽ ലെങ്ത് ആണല്ലോ, അപ്പൊ നമ്മൾ ഒരിക്കലും വൈ ആക്കി എടുക്കരുത്, സെയിം ലെങ്ത് ആക്കി എടുക്കണം. ഓക്കെ, സോ എക്സ് പ്ലസ് മൈനസ് എക്സ് ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2x-ഉം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0-ഉം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഈ കണ്ടീഷൻ വരിക. ഓക്കെ ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ടോട്ടൽ പാത്ത് കവർഡ് ആയിട്ട് വരും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ഒരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു സർക്കിൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ സർക്കിൾ ഒരാള് വേറൊരു കളർ എടുത്തോട്ടെ, ഒരാള് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ കംപ്ലീറ്റ് സെക്ഷൻ ആക്കി എടുക്കണം. പക്ഷെ എവിടെ നിന്നാണോ ഇനീഷ്യേറ്റ് ചെയ്ത് അവിടെ വന്ന് തന്നെ തിരിച്ച് അയാൾ എത്തുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതേപോലെ നിങ്ങളിവിടെ ഇപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ABC. ഓക്കെ, ഇതില് ഈ ഒരു ട്രയാങ്കിളിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ ഏതായിരിക്കും ഡിസ്റ്റൻസ്, ഏതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ABC എന്ന ആളായിരിക്കും. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആള് AC ആയിരിക്കും. ഓക്കെ, ABC ആൻഡ് AC എന്ന് പറയുന്ന ആള് ഡിസ്പ്ലേസ്മെന്റും ആയിരിക്കും, ABC എന്ന് പറയുന്ന ആള് ഡിസ്റ്റൻസും ആയിരിക്കും. അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇനീഷ്യൽ സ്റ്റേറ്റ് നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമ്മൾ ആ കംപ്ലീറ്റ് ടോട്ടൽ പാത്ത് നമ്മൾ കവർ ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ വലുത്? നിങ്ങൾ പറഞ്ഞ ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ വലുത്? ഡിസ്റ്റൻസ് ആണ് വലുത്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് വലുത്. അങ്ങനെയാണ് ഇവിടെ നോക്കിയ ഇയാള് എ എന്ന ബി ഇവിടേക്ക് 2 കിലോമീറ്റർ കേട്ടോ, 2 കിലോമീറ്റർ, സോറി ഇത് പോയി, 2 കിലോമീറ്റർ, ഇവിടേക്കും 2 കിലോമീറ്ററാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാള് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, എന്നിട്ട് ബിയിൽ നിന്ന് എയിലേക്ക് വീണ്ടും പോയി. ഓക്കെ, അപ്പം 2 കിലോമീറ്റർ ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് എയിലേക്ക് പോയി, വീണ്ടും 2 കിലോമീറ്റർ പോയി. അപ്പൊ ടോട്ടൽ അദ്ദേഹം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയാ? 4 കിലോമീറ്ററാ. ടോട്ടൽ അദ്ദേഹം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 4 കിലോമീറ്ററാ. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് നമ്മൾ അവിടെ സൈൻ അപ്ലൈ ചെയ്യണം നമ്മൾ ആക്ച്വലി. ഓക്കെ, ഇപ്പൊ ഇവിടേക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടേക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടേക്ക് +2 ഇവിടേക്കാണെങ്കിൽ -2. അപ്പൊ 2 + -2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ആ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ ചോദ്യം ചോദിക്കും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 2 similarities and 2 differences between rusting and combustion. ഓക്കെ, റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പ് പിടിക്കാന്ന് അർത്ഥം. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കത്തുക. ഓക്കെ, കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കത്തുക എന്ന അർത്ഥം. ഓക്കെ, റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പ് പിടിക്കുക എന്ന് പറയും. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
കത്ത്. എന്തെങ്കിലും നമ്മൾ കത്തിക്കുന്നതിന് നമ്മൾ കമ്പഷൻ എന്ന് പറയാം. ഓക്കെ, സിമിലർലി ഇൻ ബോത്ത് ദി പ്രോസസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. രണ്ടിലും എന്താ നടക്കുക? ഓക്സിഡേഷൻ തന്നെ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, ഓക്സിജനുമായിട്ടുള്ള ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ, അതിനാണല്ലോ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ് എനി ടു സിമിലാരിറ്റീസ് ആൻഡ് ടു ഡിഫറൻസസ്. രണ്ട് സിമിലാരിറ്റീസും രണ്ട് ഡിഫറൻസസും പറയാനാ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ. ഒരൊറ്റ സെക്കൻഡ്, ഇപ്പൊ വരാം. നിങ്ങൾ അതിനുള്ള ആൻസർ ഒന്ന് കണ്ടെത്തിക്കേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? സ്റ്റേറ്റ് എനി ടു സിമിലാരിറ്റീസ് ആൻഡ് ടു ഡിഫറൻസസ് ബിറ്റ്വീൻ റസ്റ്റിംഗ് ആൻഡ് കമ്പഷൻ എന്നാ ചോദിക്കും. ഓക്കെ, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയ ആദ്യത്തെ ആൻസർ. നമ്മൾ ഓക്സിഡേഷന് എക്സാമ്പിൾ ആയിട്ടായിരുന്നു ഈ രണ്ട് കണ്ടീഷൻസും പറഞ്ഞത്, റെസ്റ്റിംഗും കമ്പഷനും. ഓക്കെ, റെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ? തുരുമ്പ് പിടിക്കുക. അപ്പൊ നമ്മൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറയും. ആക്ച്വലി ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന എങ്ങനെയാ? ആക്ച്വലി അതൊരു ഓക്സൈഡായി മാറുക ചെയ്യുന്നത്. ഇപ്പം അയേൺ എന്ന് പറയുന്ന ആള്, ഇപ്പം എഫ് ഇതാണ് നമ്മുടെ ഇരുമ്പ്, പ്യുവർ ആയിട്ടുള്ള ഇരുമ്പ്. ഇത് തുരുമ്പ് പിടിച്ചാൽ ഇത് എങ്ങനെയായി മാറും? FeO ആയി മാറും. ഇവിടേക്ക് ഒരു ഓക്സിജൻ കയറി വരല്ലേ ചെയ്ത്, അത് ആക്ച്വലി എന്താ? ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അതേപോലെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പം നമ്മൾ എന്തെങ്കിലും പേപ്പർ ഒക്കെ ഇപ്പം കത്തിക്കുന്ന സമയത്ത് അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് പല കേസിലും. ഇപ്പൊ നമ്മൾ കിണറിൽ താഴേക്ക് നമ്മൾ പോകുമ്പോൾ ആഴത്തിലേക്ക് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും കത്തിച്ചു നോക്കുക. അതായത് ഓക്സിജന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. എന്തിന്? കമ്പഷന്. ഓക്കെ, കത്തുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ വളരെ അത്യാവശ്യം. അവിടെയും ഓക്സിഡേഷനാ, അഡീഷൻ ഓഫ് ഓക്സിഡേഷൻ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സിമിലർ കണ്ടീഷൻ ആയിട്ട് അത് പറഞ്ഞൂടെ? ദേ ബോത്ത് ആർ ഓക്സിഡേഷൻ. ഓക്കെ, സിമിലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇൻ ബോത്ത് ദി പ്രോസസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ഡിഫറൻസസ് എന്തൊക്കെ പറയാം? റെസ്റ്റിംഗ് ഈസ് വെരി സ്ലോ പ്രോസസ്. റെസ്റ്റിംഗ് എന്ന് പറയുന്ന പതിയെ പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേസമയം നമ്മുടെ ഈ ഒരു കമ്പഷൻ കത്തുക എന്ന് പറഞ്ഞ പതിയെ മെല്ലെയാണോ നടക്കുക? അല്ല, അത് പെട്ടെന്ന് നടക്കുക ചെയ്യാം, സഡൻ ആയിട്ട്. Okay, comparison to combustion. And moisture and oxygen is required in rusting. And combustion no moisture is required. Combustion moisture required alla. Okay, so rusting is very slow process. In comparison to combustion, moisture is required for rusting, while for combustion no moisture is required. Okay, and name the three components of biosphere which event before the appearance of life started the evolution of these spheres. What is the proof of this event? Name the three components of biosphere and which event before the appearance of life started evolution of this sphere. What is the proof of this event? Okay, biosphere events are doing. Okay, നമ്മുടെ ത്രീ കമ്പണന്റ്, നമ്മുടെ ബയോസ്ഫിയറിന്റെ മൂന്ന് കമ്പണൻസ് ഏതൊക്കെയാ നിങ്ങൾ പറഞ്ഞേ? ഒന്നാമത്തെ ഏതാ? ലിത്തോസ്ഫിയർ. ഓക്കെ, ലിത്തോസ്ഫിയർ ഉണ്ട്, അതേപോലെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, അതേപോലെ ഹൈഡ്രോസ്ഫിയർ ഉണ്ട്. ലിത്തോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഹൈഡ്രോസ്ഫിയർ ഉണ്ട്. ഓക്കെ, ഇനി ഡിഫറൻസിയേഷൻ ഓഫ് എർത്ത് വാസ് ദി ഇവന്റ് വിച്ച് ഇനീഷ്യേറ്റഡ് ദ എവല്യൂഷൻ ഓഫ് ബയോസ്ഫിയർ. ഓക്കെ, എർത്തിന്റെ ഡിഫറൻസിയേഷൻ ആണ്, നോ ഡൗട്ട്. ഓക്കെ, നെക്സ്റ്റ്, the meteorites falling on the earth are found to be 4.5 billion years.
4.5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം, സോറി, വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, whereas the oldest rock on earth is 3.8 billion old. ഓക്കെ, നമ്മളിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ലീഡ്സ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദി ഡിഫറൻസിയേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഓക്കെ, ഈ പീരീഡിലാണ് ഡിഫറൻസിയേഷൻ എന്ന് നമുക്ക് കണ്ടെത്തിക്കൂടെ. 4.5 വർഷങ്ങൾക്ക് മുമ്പാണ് എർത്തിലെ മെറ്റീരിയൽസ് ഫോൾ ചെയ്യുന്നത്. ആൻഡ് 3.8 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത്, ബില്യൺ വർഷങ്ങളാണ്, ബില്യൺ വർഷങ്ങളാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബില്യൺ വർഷങ്ങൾ. ഓക്കെ, വേർ ദി ഓൾഡസ്റ്റ് റോക്ക് ഓൺ എർത്ത് ആർ ഫൗണ്ട്. അവിടെ എന്താ ആക്ച്വലി നടക്കുന്നത്? അപ്പോൾ എന്താ നടക്കുന്നത്? ഡിഫറൻസിയേഷൻ. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്തൂടെ? എർത്ത് ഡിഫറൻസിയേഷനിലൂടെയാണ് ബയോസ്ഫിയർ ആയി മാറിയിരുന്നത്. ഓക്കെ, 3 ലേയേഴ്സ് നമ്മൾ പഠിച്ചു: ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. വേറൊരു ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾ, ഹൗ ആർ മെറ്റൽസ് ജനറലി ഡിഫറെന്റ് ഫ്രം നോൺ മെറ്റൽ വിത്ത് റിഗാർഡ് ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, മെറ്റലുകളും നോൺ മെറ്റലുകളും എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഓക്കെ, ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. മെറ്റൽസ് ആണ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് നോൺ മെറ്റൽസ് ആർ പ്യുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, നോൺ മെറ്റൽസിന് എക്സാമ്പിൾ ഏതാ? പ്ലാസ്റ്റിക് പറയാം നിങ്ങൾക്ക്. ഓക്കെ, മെറ്റൽസ് ഉദാഹരണം ഏതൊക്കെയാ? നിങ്ങൾക്ക് അയൺ പറയാം. ഓക്കെ, കോപ്പർ പറയാം. ഇതൊക്കെ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ഓക്സൈഡ്സ്. ഓക്സൈഡുകളുടെ നേച്ചർ വെച്ചിട്ട് മെറ്റൽ ഫോം ബേസിക് ഓക്സൈഡ്. മെറ്റലുകൾ ജനറലി എന്ത് ഓക്സൈഡാ ഫോം ചെയ്യുക? ദേ ജനറലി ഫോം ബേസിക് ഓക്സൈഡ്, വൈൽ ദി നോൺ മെറ്റൽ ഫോം അസിഡിക് ഓക്സൈഡ്. അതേസമയം നമ്മുടെ നോൺ മെറ്റൽ എന്താ ഫോം ചെയ്യുക? അസിഡിക് ഓക്സൈഡുകളെ ഫോം ചെയ്യുക. ആൻഡ് metal generally dissolve in mineral acid, forming a salt with the evolution of gas, while the non-metal do not dissolve in mineral acid or form any acid. Okay, in metals are good conductor of heat, while non-metal are poor conductor of heat. Okay, metal എന്ന് പറയുന്നത് good conductor of heat ആണ്, പക്ഷെ നോൺ മെറ്റൽ എന്ന് പറയുന്നത് poor conductor of heat ആ, thermal conductivity വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റി ഏകദേശം ഒരുപോലെ പറയാം. മെറ്റലുകൾ എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്, നോൺ മെറ്റൽ എന്ന് പറയുന്നത് പോർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. ആസിഡുകളിൽ എങ്ങനെയാ? മെറ്റൽ ഡിസോൾവ് ഇൻ മിനറൽ ആസിഡ്, ഫോമിങ് എ സാൾട്ട് വിച്ച് ദ എവല്യൂഷൻ ഓഫ് ഗ്യാസ്, വെൽ ദി നോൺ മെറ്റൽ ഡു നോട്ട് ഡിസോൾവ് ഇൻ മിനറൽ ആസിഡ് ഓർ ഫോം എനി ആസിഡ്. ഇനി നോക്കാം ഡീഫോറസ്റ്റേഷൻ. Okay, deforestation. How is deforestation related to increased incidence of soil erosion? ഇങ്ങനെയായിരിക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാട് വെട്ടിക്കളയുന്നു. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, സോ കട്ടിംഗ് ഓഫ് ട്രീസ് ഫ്രം ഫോറസ്റ്റ് deforestation, no root to hold the soil particle in place, no reduction of force of falling raindrop, free flow of rainwater on the ground. അതൊക്കെ എക്സാമ്പിൾ ആണ്. അതൊക്കെ ആയിരിക്കും അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരാം. ഓക്കെ, സോ കട്ടിംഗ് ഓഫ് ട്രീസ് ഫ്രം ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ നോ റൂട്ട്സ് ടു ഹോൾഡ് ദ സോയിൽ പാർട്ടിക്കിൾ. മരങ്ങളില്ലെങ്കിൽ വേരുകൾ ഉണ്ടാവില്ല, വേരുകളില്ലെങ്കിൽ അവിടെ നമുക്ക് സോയിൽ പാർട്ടിക്കിൾസ് നിലനിർത്താൻ പറ്റില്ല. ഓക്കെ, നോ റിഡക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓഫ് ഫോളിംഗ് റെയിൻ ഡ്രോപ്സ്. ഓക്കെ, നമ്മുടെ ഭൂമിയിലേക്ക് വീഴുന്ന മഴയുടെ വെള്ളമൊക്കെ നമ്മുടെ ഈ സോയിൽസിനെ ഡ്രെയിൻ ചെയ്യാതെ അവിടെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ മരങ്ങളുടെ വേരുകളാണ്. ഓക്കെ, അപ്പം മരങ്ങളില്ലെങ്കിൽ എന്തില്ല, ഈ സോയിലുകളൊക്കെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തു പോകും. ഓക്കെ, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല, മണ്ണിലൂടെയാണ് നമ്മൾ ഭക്ഷണം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതൊക്കെ ഇല്ലാതായി. ഫ്രീ ഫ്ലോ ഓഫ് റെയിൻ വാട്ടർ ഓൺ ദ ഗ്രൗണ്ട്, ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, സോ ഡീഫോറസ്റ്റേഷൻ മൂലം ഉണ്ടാകുന്ന കുറെ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം ഫഞ്ചൈ വിച്ച് റിഗാർഡ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്? ഓക്കെ, യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ. നോക്കാം. ഒന്നാമത്തെ കിങ്ഡം ഫഞ്ചൈയും ഇവിടെ യൂണിസെല്ലാർ മൾട്ടിസെല്ലാർ ആണോ? പിന്നെ മോഡ് ഓഫ് മൾട്ടിസെല്ലാർ ആണോ യൂണിസെല്ലാർ ആണോ? ഏതാണ്? മൾട്ടിസെല്ലാർ ആണ്. ഇനി യൂകാരിയോട്ടിക് ആണോ പ്രോകാരിയോട്ടിക് ആണോ? യൂകാരിയോട്ടിക് ആണ്. എന്തുകൊണ്ടാണ് യൂകാരിയോട്ടിക് എന്ന് പറയുന്നത്? നമ്മള് ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നത്
ഇവിടെ ഒരു 1 ഉണ്ട്, അത് മിസ്സായി പോയതാ. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്. നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചത് എന്താ? യൂകാരിയോട്ടുകൾ എന്നാ വിളിച്ചത്, യൂകാരിയോട്സ് എന്നാ വിളിച്ചത്. ഓക്കെ. ഇനി യൂണിസെല്ലാർ ഓർ മൾട്ടി സെല്ലാർ എന്താ നമ്മൾ വിളിച്ചത്? മൾട്ടി സെല്ലാർ. യൂണിസെല്ലാർ ഒരൊറ്റ സെല്ല് കൊണ്ട് ഇത് ഉണ്ടായതാണെങ്കിൽ, ഇപ്പൊ അമീബ പോലെയുള്ള ആളുകളൊക്കെ എന്താ? ദേ ആർ യൂണിസെല്ലാർ. ഓക്കെ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വെച്ചുണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മൾട്ടി സെല്ലാർ എന്ന് പറയും. ഇനി മോഡ് ഓഫ് ഫീഡിങ്. ഓക്കെ, നമ്മൾ ജനറലി ഫീഡിങ് എങ്ങനെ പറയാം? ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്, സാപ്രോഫൈറ്റിക്, അങ്ങനെയൊക്കെ പറയാം. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഫൈൻഡ് ദെയർ ഓൺ ഫുഡ്. ഇപ്പം പ്ലാന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക്കാ, അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി. ഇനിയിപ്പം ഹെട്രോട്രോഫ്, നമ്മളൊക്കെ ഹെട്രോട്രോഫ്സാ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഹെർബിവോഴ്സ് ഒക്കെ ആണെങ്കിൽ ഹെർബിവോഴ്സ് എന്ത് ചെയ്യും? ഇപ്പൊ പശു ആണെങ്കിലും ആടാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? അവർ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളാണെങ്കിൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇനി സാപ്രോഫൈറ്റ്സ് ആണെങ്കിൽ അവർ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാം ഫുഡിന് വേണ്ടിയിട്ട്. ഒരുപാട് ബാക്ടീരിയാസ് വരുന്നുണ്ട്, പിന്നെ ഫംഗസ് വരുന്നുണ്ട്. സോ ഫംഗസ് ആർ എന്താ? സാപ്രോഫൈറ്റിക് ആണ്. ഓക്കെ ആണല്ലോ. മോഡ് ഓഫ് ഫീഡിങ് ഓഫ് ഫംഗസ് ആർ സാപ്രോഫൈറ്റിക്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ, draw a diagram of telophase of mitosis in a plant cell division and label the following part in it. നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ സെൽ പ്ലേറ്റും ഡോട്ടർ ന്യൂക്ലിയസും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞു. ഓക്കെ. സെൽ പ്ലേറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, സെൽ പ്ലേറ്റ് ഇതാ, നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇത് ഓൾറെഡി നിങ്ങൾ പിക്ചർ വരച്ചിട്ടുണ്ടോ പഠിക്കുന്ന സമയത്ത്? ആൻഡ് ഇതാണ് നമ്മുടെ സെൽ പ്ലേറ്റ്, ഇതാണ് നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സെൽ പ്ലേറ്റ്. ഓക്കെ, ഇത് ഏത് സ്റ്റേജാ? ടീലോഫേസ് സ്റ്റേജാ മൈറ്റോസിന്റെ. ഓക്കെ, മൈറ്റോസിന്റെ ഏതൊക്കെ സ്റ്റേജാ നമ്മൾ പഠിച്ച? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. 4 ഫേസ് ആണ്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ക്ലിയർ ആണല്ലോ? അതിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A child patient appears pale, he losing weight and gets tired very. പെട്ടെന്ന് ക്ഷീണിക്കുന്നു. But he is neither suffering from fever and nor passing yellow room. അവൻ എന്ത് ചെയ്യില്ല, അവന് പനിയുമില്ല, അതേപോലെ മഞ്ഞമൂത്രം പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നെയിം ദ ഡിസീസ്. എന്തായിരിക്കും? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അനീമിക ആണ്. ഓക്കെ, അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ബോഡിയിൽ ബ്ലഡ് കുറവ്. കുറച്ചുകൂടി സയന്റിഫിക്കായി പറഞ്ഞാൽ അവന്റെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ കുറവ്. ഓക്കെ, വാട്ട് ഈസ് ദ പോസിബിൾ കോസ് ഓഫ് ദിസ് ഡിസീസ്? ഈ ഒരു ഡിസീസിന്റെ പ്രധാന കാരണം എന്താ? എന്തുകൊണ്ടാണ് അനീമിയ സംഭവിക്കുന്നത്? അയൺ ഡെഫിഷ്യൻസി. ഓക്കെ, അയൺ, ഇരുമ്പിന്റെ അളവ് കുറഞ്ഞുകൊണ്ടാണ്. ശരീരത്തില് എഫ്ഇയുടെ അളവ് കുറയുമ്പോഴാണ് അനീമിക് എന്ന് പറയുന്നത്. റെക്കമെൻഡ് എനി 2 ഫുഡ്. ഏതൊക്കെയാ? ഗ്രീൻ ലീഫി വെജിറ്റബിൾ പറയാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ബീൻസ്, ഫ്രഷ് ഫ്രൂട്ട്സ്. ഏതൊക്കെയാ? ഗോവ, ആപ്പിൾ, ബനാന ഒക്കെ അതിന് എക്സാമ്പിൾ. അതുപോലെ ലിവർ, മീറ്റ്, അതൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ? ഇനി ബെസ്റ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണിത്. ഓക്കെ, നിങ്ങളിത് നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആ. ഓക്കെ, ഇതെന്താ നമ്മൾ തന്നിട്ടുള്ളത്? എന്താ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആ. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസും ഉണ്ട്. അവരുടെ യൂണിറ്റും സിമ്പലും നിങ്ങൾക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് തന്നെ പല പല ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലല്ല നമ്മൾ ഈ ബോക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എല്ലാതും പാടെ ഒരുമിച്ച് കിട്ടുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് കൊണ്ടുവന്നത്. ഓക്കെ ആണല്ലോ? സോ ലെങ്ത്, മാസ്, ടൈം, ഈ മൂന്നാൾ ഓൾറെഡി നമുക്കറിയാം. മാസ്, ലെങ്ത്, ടൈം, ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡയമെൻഷൻ പറയുന്നത്. അപ്പൊ ഇവര് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി, ഇവരും ഈ ബേസ് ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട്. ആരൊക്കെയാ? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ലെങ്ത്തിന്റെ സിമ്പിൾ എന്താ? ലെങ്ത്തിന്റെ സിമ്പിൾ എന്താ പറഞ്ഞോ? ലെങ്ത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് മാസ് ആണ്. മാസിന്റെ സിമ്പിൾ പറഞ്ഞോ? കെ ജി ആണ്. ടൈമിന്റെ സിമ്പിൾ പറഞ്ഞോ? എസ്, സ്മോൾ ലെറ്റർ എസ് ആണ്. ഇലക്ട്രിക് കറണ്ട് എ ആണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി എന്താ? കാൻഡില, സി ഡി അല്ലെങ്കിൽ കാൻഡിലയാണ്. ഓക്കെ,
കാൻഡില, ലൂമിനസ് ഇന്റൻസിറ്റി ദാറ്റ് ഈസ് CD അല്ലെങ്കിൽ കാൻഡിലയാണ്. ഓക്കെ, സോ മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് A, തെർമോഡൈനാമിക്സ് ടെമ്പറേച്ചർ K, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇന്റൻസിറ്റി CD. ഓക്കെ ആണല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ലെങ്ത്തിൽ വരുമ്പോൾ നമ്മൾ ബേസ് യൂണിറ്റ് ആയിട്ട് പറയാ മീറ്റർ ആണ്. മാസിൽ വരുമ്പോൾ എന്താ ബേസ് യൂണിറ്റ്? കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ. ടൈമിൽ വരുമ്പോൾ സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറന്റ് ആംബിയർ ആണ്. ഓക്കെ ആണല്ലോ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്താ? കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ഓക്കെ ആണല്ലോ. സിമ്പിള് ബേസ് യൂണിറ്റ് നിങ്ങൾ പഠിച്ച സിമ്പിളേ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ ആണല്ലോ. ബേസ് യൂണിറ്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോള്, കാൻഡില. ഓക്കെ, ഇത് നാലും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇതായിരിക്കും പ്രശ്നം. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓൾറെഡി നമ്മൾ ഒരു ചാപ്റ്ററിനായിട്ട് പഠിക്കുന്നുണ്ട് മോള്. ഓക്കെ, ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ. ഓക്കെ ആണല്ലോ. ഇനി സപ്ലിമെന്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വരുന്നത് ഏതൊക്കെയാ? പ്ലെയിൻ ആംഗിൾ, സോൾഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ഏതാ? റേഡിയൻ. സോൾഡ് ആംഗിൾ സ്റ്റെറേഡിയൻ. അതിന്റെ സിമ്പിൾ ഏതാ? റേഡിയൻ എന്ന് പറയുമ്പോൾ റാഡും, സ്റ്റെറേഡിയൻ എന്ന് പറയുമ്പോൾ SR. ഇങ്ങനെയാണ് വരുന്നത് ബേസ് ക്വാണ്ടിറ്റിയും അതേപോലെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും. ഓക്കെ, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് നമുക്ക് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? പ്ലെയിൻ ആംഗിളും അതേപോലെ സോളിഡ് ആംഗിളും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൺസിഡർ ദി ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. സിങ്ക് പ്ലസ് 2HCl which give ZnCl2 plus H2. ഐഡന്റിഫൈ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് എന്നാ ചോദിച്ചത്. ഓക്കെ, ഇത് പലപ്പോഴും നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ എന്തിന്റെ ബേസിലാണ് പറയുന്നത്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഇതിനെ ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്? പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയി നടക്കുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ ഒരേ സമയം തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സിങ്ക് ക്ലോറൈഡ് ആയി മാറുന്നു. അതേസമയം HCl H2 ആയി മാറും. ഇതിൽ ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ? ഇത് നിങ്ങൾക്ക് വലിയ മാർക്കുള്ള ക്വസ്റ്റ്യൻ, ചെറിയ ആൻസർ ആണ്, നിങ്ങൾക്ക് വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാം. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഉണ്ട്, ഓക്സിഡേഷൻ ഉണ്ട്. അപ്പൊ റിഡക്ഷൻ ഓക്സിഡേഷൻ കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് റെഡ്യൂസിങ് ഏജന്റ് ഓക്സിഡേഷൻ ഏജന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ നിങ്ങൾ ആദ്യം റെഡ്യൂസിങ് ഏജന്റും ഓക്സിഡൈസിങ് ഏജന്റും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയാ നിങ്ങള്, നമ്മളിവിടെ ആദ്യം നോക്കണ്ടേ, ഇപ്പൊ ഹൈഡ്രജന്റെ അഡീഷൻ എന്ന് പറഞ്ഞാല് അത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? റിഡക്ഷൻ ആണ്. ഇവിടെ നോക്കിയേ, HCl നിന്ന് Cl പോയിട്ട് അവിടെ ഹൈഡ്രജൻ കയറി വരുന്നു. അപ്പൊ ഇതല്ലേ നമ്മുടെ റിഡക്ഷൻ എന്ന് പറയുന്നത്? ഇതല്ലേ നമ്മുടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഓക്സിഡേഷന് വേണ്ടി സഹായിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഈ സിങ്കിൽ നിന്നും സിങ്ക് ക്ലോറൈഡ് ആക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച ആള് ഇയാളല്ലേ? അയാൾ എങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഇവനല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നവനല്ലേ? ഓക്സിഡൈസിങ് ഏജന്റ് കണ്ടുപിടിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്? HCl ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. അങ്ങനെയാണ് റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും? നോ ഡൗട്ട് സിങ്ക് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്സിഡൈസിങ് ഏജന്റ് HCl ആണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് സിങ്ക് ആണല്ലോ. ഷുവർ അല്ലേ? നോ ഡൗട്ട്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ കാണണം, റിഡക്ഷൻ കാണണം. പിന്നെ നിങ്ങൾ ഓക്സിഡേഷൻ എന്താന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്സിഡേഷൻ ഈസ് ദി റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആൻഡ് റിഡക്ഷൻ ഈസ് ദി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ചിലപ്പോൾ ഓക്സിജൻ വരാം, ചിലപ്പോൾ ഹൈഡ്രജൻ വരാം. അല്ലെങ്കിൽ വേറൊരു ട്രിക്ക് ഉണ്ട്.
എന്താണ് ഓക്സിജൻ എന്ന് പറഞ്ഞ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണോ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണോ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്. അപ്പൊ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ. അപ്പൊ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് അതാണ് നമ്മുടെ ഓക്സിഡേഷൻ. ഇനി നമ്മുടെ ഈ അഡീഷൻ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് പറയുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബോത്ത് HCl ആൻഡ് NaH contain hydrogen. ശ്രദ്ധിക്കണം, HCl-ലും NaH-ലും ഹൈഡ്രജൻ ഉണ്ട്. ബട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദം ആർ ഡിഫറെന്റ്. പക്ഷെ ഇതിലുള്ള ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ ഡിഫറെന്റ് ആണ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഇൻ ഈച്ച് കോമ്പൗണ്ട്? ഹൈഡ്രജൻ നമുക്ക് നോക്കാം. HCl, വാട്ട് ഈസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം, വളരെ സിമ്പിൾ, ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, HCl നമുക്ക് നോക്കാം. CLന്റെ എന്താ -1, ഇതിന്റെ എന്താ +1. Cl ഓൾറെഡി ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാലജൻസ് ആണ്. ഹാലജൻസ് ആ 17ാമത്തെ ഗ്രൂപ്പിലൊക്കെ നെഗറ്റീവ് ആണ്. അത് നമ്മൾ ഓൾറെഡി അറിയാം. അങ്ങനെയാണ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുക. ഹൈഡ്രജൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ട ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഓൾറെഡി ചാപ്റ്റർ കുറേ തവണ പറഞ്ഞൊരു കാര്യം. ഓക്കെ, ഇനി NaH എങ്ങനെ കണ്ടുപിടിക്കും? NaH സോഡിയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് അല്ലേ? ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ് അല്ലേ? ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ് ആണെങ്കിൽ +1. ഓക്കെ, ഇവന് +1 ആണ്, ഇവനെന്താ -1. ഒരൊറ്റ തിയറി ഉള്ളൂ ഇവിടെ, ഒരൊറ്റ ലോ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ, ഇവിടെയുള്ള ഈ മുകളിലുള്ള എക്സും വൈയും കൂടി കൂട്ടിയാൽ നമുക്ക് 0 കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എക്സും വൈയും കൂട്ടിയാൽ നമുക്ക് 0 കിട്ടിയാൽ സബാഷ്. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, എക്സും വൈയും കൂട്ടിയാൽ 0 കിട്ടും. അതേ ഉള്ളൂ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. ഓക്കെ ആണല്ലോ? സോ സോഡിയം ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, രണ്ട് കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഹൈഡ്രോ ഒന്നിൽ +1, ഒന്നിൽ -1 ആണ്. അത് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഇനി ഒരു പക്ഷേ ഇങ്ങനെ സിമ്പിൾ അല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ട് ഓൾറെഡി. SO4 2-, ഇതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം. എടാ, ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാ? -2 ആണ്. ഓക്കെ, -2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സൾഫറിന്റെ ആണ് നമുക്ക് കാണേണ്ടത്, അതാണ് X. ഓക്കെ, ഇനി ഓക്സിജന്റെ 4 × -2 = ഇത്ര എവിടെ ഉള്ളത്? -2 അല്ലേ? അതിനാണ് X. 4 × -2 എന്ന് പറയുന്നത് എത്രയാ? -8 = -2. അങ്ങനെയാണെങ്കിൽ X = -2 + 8. ഈ ഒരു മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. എത്ര കിട്ടും നമുക്ക്? -2 + 8 എന്ന് പറയുമ്പോൾ +6 എന്ന ഒരു ഉത്തരം കിട്ടും. ഓക്കെ, +6 എന്നുള്ള ഒരു ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? എത്രയാണ് നമ്മുടെ ഉത്തരം? +6. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസോട് കൂടി, ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈവിലൂടെ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത ക്ലാസ്സിൽ. ഓക്കെ ആണല്ലോ? നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിരുന്നു 2 ക്വസ്റ്റ്യൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാനുള്ള. ഓക്കെ, അപ്പൊ നിങ്ങൾ ലിമിറ്റഡ് ടൈം കാരണമാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് പരിചയപ്പെടുക. ഓക്കെ ആണല്ലോ? കാണാത്തവരാണെങ്കിൽ. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ്, predict the effect of change of pressure in the following equilibrium. ഓക്കെ, നമ്മൾ ലേശാലിയർ തത്വം, ഓക്കെ, അതിലേക്കാണ് സന്തുലന അവസ്ഥ, ഇക്വിലിബ്രിയം, അതിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ that is H2 + I2 gives 2HI. H2 + I2 gives 2HI. Name and state the law used to predict the effect of change in pressure in equilibrium. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ വരിക എന്താ? ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നല്ല ക്വസ്റ്റ്യൻ വരിക. ഇവിടെയാണെങ്കിൽ എന്താ? മോളിക്യൂൾസ് രണ്ടും സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അഥവാ ചേഞ്ച് വരികയാണെങ്കിൽ എന്തിലാ വരിക? നമ്മുടെ ടെമ്പറേച്ചറിലാണ് വരിക. ഇവിടെ നമ്മൾ ചോദിച്ച് എഫക്ട് ഓഫ് പ്രഷറാ ചോദിച്ചത്. പ്രഷറിൽ എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ മോള് കൂടിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകണം,
അല്ലെങ്കിൽ മോള് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകണം. ഓക്കെ, സോറി, കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ എത്ര മോളാണ്? 1 1, ദാറ്റ് ഈസ് 2 മോൾ. ഇവിടെയോ 2 മോൾ. രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും? ഇല്ല, ഒരു ചേഞ്ചും ഇവിടെ സംഭവിക്കുന്നില്ല. ഓക്കെ ആണല്ലോ? സോ here pressure has no effect since the number of moles are same on both sides of the equilibrium. And Le-Chatellier principle ആണ് ഇവിടുത്തെ നമ്മുടെ ലോ. നമ്മൾ ആദ്യ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ പറഞ്ഞു. ഇനി എന്താണ് Le-Chatellier തത്വം നമുക്ക് പറഞ്ഞു തരുന്നത്? It states that whenever there is a change in concentration or pressure or temperature of a system at equilibrium, the system will try to readjust itself in such a way so as to cancel the effect of that change. ആ ഒരു ചേഞ്ചിനെ ഇല്ലായ്മ ചെയ്യുന്ന തക്കം വിധാണ് ആ ഒരു റിയാക്ഷൻ പിന്നീട് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അതേ ഉള്ളൂ. Le-Chatellier തത്വം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. 3 മാർക്കിന് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏതെങ്കിലും ഒന്നില് കോൺസെൻട്രേഷൻ ആയാലോ പ്രഷർ ആയാലോ ടെമ്പറേച്ചർ ആയാലും ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ചേഞ്ച് വരുത്താണെങ്കിൽ ആ സിസ്റ്റം തന്നെ ആ ഒരു ചേഞ്ചിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ആക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? ഈ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബുലാർ ആൻഡ് ഫൈബർ? നമ്മൾ പെട്ടെന്ന് പോകണം. ഓക്കെ, നമുക്ക് ഇനി ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഓക്കെ, നമുക്ക് ഇനി ഇത്ര സ്ലൈഡ്സ് ഉണ്ട്. നമുക്ക് 15 മിനിറ്റേ ബാക്കിയുള്ളൂ. ഓക്കെ ആണോ? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. ഫൈബ്രസ് പ്രോട്ടീനും ഗ്ലോബുലാർ പ്രോട്ടീനും തമ്മിലുള്ള ഡിഫറൻസ്, ഒന്നാമത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് അവരെന്താ ഫൈബർ ലൈക്ക് ആണ്. ഗ്ലോബുലാർ എന്ന് പറയുമ്പോൾ എന്താ? അവർ സ്ഫെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് വാട്ടർ ഇൻസോലിബിൾ ആ? ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അവരെന്താ? വാട്ടർ ഇൻസോലിബിൾ ആണ്. ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? അവര് വാട്ടർ സോലിബിൾ ആ. ഫൈബ്രസ് പ്രോട്ടീൻ ഇൻസോലിബിളും ഗ്ലോബുലാർ പ്രോട്ടീൻ അവർ സോലിബിൾ ആണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ കെരാറ്റിനും മയോസിനും ഒക്കെ ഫൈബ്രസ് പ്രോട്ടീനുകൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതേസമയം ഇൻസുലിനും ആൽബുമിനും എന്താണ്? ഗ്ലോബുലാർ പ്രോട്ടീനുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതിൽ ഏതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്? ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു മൂലകത്തെ മാറ്റിയിട്ട് വേറൊരു മൂലകം അവിടേക്ക് വന്നു തരാം. ഓക്കെ, ആ ഒരു പൊസിഷനിലേക്ക് വേറൊരു മൂലകം വന്നു ചേരുകയാണ് നമ്മൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഈ ഒരു ഇതിലേതായി റിയാക്ഷനിൽ കണ്ടാലേ നിങ്ങൾക്ക് പലരും ആൻസർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇല്ലേ? കിട്ടിയില്ലേ? യെസ്. ഇവിടെ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ഒരാള് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ സിങ്ക് എന്ന് പറയുന്ന കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയാണ്. ഓക്കെ, സോ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് വിൽ ഗിവ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഓക്കെ, ഈ സിങ്കിനെ ഇവിടുന്ന് തട്ടി മാറ്റും. ഓക്കെ, എന്നിട്ട് കോപ്പറിനെ പുറത്താക്കും. ഓക്കെ, കോപ്പർ എന്നിട്ട് എന്താവും? നോൺ അയണൈസ്ഡ്. ഓക്കെ, സിങ്ക് ആയിരുന്നു നോൺ അയണൈസ്ഡ്, അവനെന്താവും? ചാർജ്ഡ് ആവും. ഇവന് Zn2 പ്ലസ് ചാർജ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി വേറെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് 40 gram ഓഫ് വാട്ടർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, 45 gram വാട്ടറിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു GAM അല്ലെങ്കിൽ ഒരു GMM-ൽ 1 മോൾ വാട്ടർ ആണുള്ളത്. ഓക്കെ, 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാ? എത്ര ആറ്റംസ്? 6.022 into 10⁻23 ആറ്റംസ് അല്ലേ? 6.022 into 10⁻23 ആറ്റംസ് അല്ലേ? അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലേ? നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ചോദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എത്ര മോൾ ഉണ്ടെന്ന് കണ്ടെത്തണം. ഓക്കെ, 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. 1 മോൾ വാട്ടർ ദാറ്റ് ഈസ് H2O. 1 മോൾ എന്ന് പറഞ്ഞാൽ 18 gram. ദാറ്റ് ഈസ് 2 + 16 = 18 gram. ഓക്കെ, അപ്പൊ 18 gram ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നത് എത്രയാണ്? 45 gram. ഓക്കെ, 18 gram എന്ന് പറഞ്ഞാൽ 1 മോളാ. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാ? 6.022 into 10⁻23.
ഓക്കെ, അതേസമയം നമ്മളോട് 45 ഗ്രാം ആണെങ്കിൽ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 45 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു NA എന്ന് എഴുതാം. NA എന്ന് പറഞ്ഞാൽ 6.022. അപ്പൊ ഇതാ 5 ഡിവൈഡഡ് ബൈ 2 വരും. ഓക്കെ, ദാറ്റ് ഈസ് 2.5 NA എന്ന ഒരു ആൻസർ കിട്ടും നമുക്ക്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊമെന്റം. ഓക്കെ, മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളോട് മൊമെന്റം പ്രോബ്ലം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയി നിങ്ങളോട് ചോദിക്കുകയാണ് മൊമെന്റം ഇഫ് എ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് m and it has a velocity v, then momentum of the object is defined to be its mass multiplied by its velocity. Momentum has both magnitude and direction and this is a vector quantity. അതെന്ന് പറയുന്നത് എന്താ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി അവന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷം ചോദിച്ചത് നിങ്ങൾ NIOSൽ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആ. എ ബൾബ് ഈസ് റേറ്റഡ് 4 വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ പവറാ. ഓക്കെ, ഇനി വോൾട്ട് തന്നു 10 വോൾട്ട് ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞ റെസിസ്റ്റൻസ് പവർ വോൾട്ട്, ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഏതാ? പവർ ഈക്വൽ ടു v²/r. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി R ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അങ്ങനെയാണ് v²/p. നോക്കിയാ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ് ആൻഡ് സേവ് കറന്റ് ഫോർ ഇറ്റ്സ് മാക്സിമം ഗ്ലോ എന്ന് ചോദിച്ചത്. അങ്ങനെ v² എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 10 × 10 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് 100/4 എന്ന് പറഞ്ഞാൽ എന്താ? 25. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. OHM ഓം. ഓക്കെ, ഓം 25 ഓം ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. R ഈക്വൽ ടു v²/p അല്ലെങ്കിൽ P ഈക്വൽ ടു v²/r. ഈ ഒരു ഇക്വേഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ഞാൻ ഒരു ബോക്സ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, 4 ടൈപ്പ് ഓഫ് പ്രോസസ് ആണ്. ഐസോതെർമൽ, ഐസോബാറിക്, ഐസോകോറിക് ആൻഡ് അഡയാബാറ്റിക്. ഓക്കെ, 3 നിങ്ങൾക്ക് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. അതേപോലെ ഇക്വേഷൻ എഴുതാൻ വരും. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. എടാ നോക്കിയാൽ നമുക്ക് ആകെ ഇനി 3 സ്ലൈഡും കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ബി റെഡി. ഓക്കെ, so isothermal, that is temperature constant, isobaric pressure constant, isocoric volume constant, adiabatic എന്ന് പറഞ്ഞാൽ no heat flow between the system and the surrounding. Okay, isothermal, iso means same, therm എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അഡിയാബാറ്റിക് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അതായത് ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എങ്ങനെ? നമ്മളൊരു തെർമസ് ഫ്ലാസ്കിൽ വെള്ളം വെച്ച പോലെ ഇരിക്കും. അവിടെ എന്തുണ്ടാവില്ല? എനർജി ലോസും ഉണ്ടാവില്ല, മാറ്ററിന്റെ ലോസും ഉണ്ടാവില്ല. വെള്ളം നീരാവിയായി പോവില്ല, അടച്ചു വെച്ചതാണ്, ചൂട് നഷ്ടപ്പെടില്ല, എനർജിയും ഇല്ല, മാറ്ററും ഇല്ല. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂവിൽ ഇത് അപ്ലൈ ചെയ്താൽ ഇത് 0 ആയാൽ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് വരും. ഓക്കെ, അഡിയാബാറ്റിക്കിന്റെ സ്പെഷ്യൽ കണ്ടീഷനാണ്. ഓക്കെ ആണല്ലോ. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വൃത്തിക്ക് ഇത് കിട്ടും. പക്ഷെ വോളിയം പി ഡെൽറ്റ വി ഡബ്ല്യു അത് നിങ്ങൾ പഠിക്കണ്ട. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കണം. നിങ്ങൾക്ക് മാത്സ് ആയിട്ട് ചോദിക്കും. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ഫുൾ മാർക്കൊക്കെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതും ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആൻഡ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. പക്ഷെ ഇത് നിങ്ങൾ ഓർക്കണേ, ഇത് വെരി ഇമ്പോർട്ടൻ്റ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ഇൻ ദ കേസ് ഓഫ് അഡിയാബാറ്റിക്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഒളിഗോസാക്കറൈഡ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ചെയ്താൽ പറഞ്ഞു. നമ്മൾ മോണോസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ് അങ്ങനെയല്ലേ പറഞ്ഞു. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്താൽ, ഓക്കെ, ഇപ്പൊ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അത് അതേപോലെ എക്സിസ്റ്റ് ചെയ്യാണ് നമ്മൾ മോണോസാക്കറൈഡ് എന്ന് പറയും. ഒളിഗോസാക്കറൈഡ് ഒന്നിൽ കൂടുതലാണെങ്കിൽ ഒളിഗോസാക്കറൈഡ്
are carbohydrate which give 2 to 10 monosaccharide. Okay, ഒന്നിൽ കൂടുതൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ മോണോസാക്രൈഡുകളെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളെയാണ് ദാറ്റ് ഈസ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. സൂക്രോസ് ആണെങ്കിൽ എന്തൊക്കെയാ ഉണ്ടാക്കുക? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാക്കും. അതേപോലെ മാൾട്ടോസ് ആണെങ്കിലോ ഗ്ലൂക്കോസും ഉണ്ടാക്കും. ലാക്ടോസ് ആണെങ്കിലോ ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഈസ് ഗ്ലൈക്കോജൻ? നമ്മുടെ ബോഡിയിൽ, ആനിമൽ ബോഡിയിൽ, ഇപ്പം നമ്മുടെ ബോഡിയിലെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? ഓക്കെ, ഫാറ്റ് ആയിട്ട് സ്റ്റോർ, അഡിപ്പോസ് ടിഷ്യൂല് ഗ്ലൈക്കോജനിലാണ് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. Okay, so glycogen is the storage polysaccharide of animal. It is also called as animal starch. Okay, animal starch. Ini explain the chemical constitution of starch. Starch is a polymer of alpha glucose and consists of two components, that is amylose and amylopectin. Starch is a polymer of alpha glucose and consists of two components, that is amylose and amylopectin. ഓക്കെ, സ്റ്റാർച്ചിന് നമ്മൾ എന്തൊക്കെയാ? ആൽഫ ഗ്ലൂക്കോസിന്റെ പോളിമർ ആയിട്ടാ പറയാ. അതിൽ രണ്ട് കോമ്പണന്റ് ഉണ്ട്. ഏതൊക്കെയാ? അമൈലോസും അമൈലോപെക്റ്റിനും. ഓക്കെ ആണല്ലോ. ചോദ്യം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരൊറ്റ 2 സ്ലൈഡും കൂടി, അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് എൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ, റെഡി അല്ലേ? ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെരി വെരി സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ദേ ആർ ഡിജിറ്റ്സ് വിച്ച് നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ്സ് ഒക്കെ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇവിടെ 5, 6, 5, 7, 5. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 എണ്ണം. 1, 2, 3, 4. ഓക്കെ, ഇനി ഇതിൽ എത്ര ഉണ്ട്? 0 നമ്മൾ കൂട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ ഒരു പക്ഷെ പോയിന്റിന് ശേഷമാണ് നമ്മൾ കേസ് പറയും. ഓക്കെ, ഓരോ കേസ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. 0.453 ഇതിൽ എത്ര ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി if any zero proceeds the non-zero digit, then it is not significant. Then the proceeding zero, that is 0.005, there is only one and number of 0.00232. അവിടെയും സീറോ വന്നു. ഓക്കെ, അവിടെയും സീറോ വന്നാൽ എന്താ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉണ്ടാവും. എത്രയാ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പക്ഷേ ഇനിയിപ്പോ ഈ ഒരു നമ്പറിന് ശേഷമാണെങ്കിലോ സീറോ വരുന്നെങ്കിൽ അവിടെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയാൽ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ 45006. ഓക്കെ, 5ന് ശേഷം 2 സീറോ വന്നു. അപ്പൊ നമ്മൾ ആ ഒരു സീറോ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും. ഇനി ഈ ഒരു കേസിലാണെങ്കിലോ ഇവിടെയും പോയിന്റിന് ശേഷം ഡിജിറ്റുകൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ അതും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്, ഫോർ എക്സാമ്പിൾ 5 bananas 10 have infinite figures. അവിടെയൊക്കെ കേസ് വരുമ്പോൾ ഇൻഫിനിറ്റ് ഫിഗേഴ്സ് ആയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, ഇങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ വരാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ജനറലി നിങ്ങൾ ഇത് പഠിച്ചിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് സ്ലൈഡാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്തൊക്കെയാണ് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസും ഇപ്പൊ ഞാൻ ഈ ഒരു പെണ്ണ് എനിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ഫ്രിക്ഷന് കൊണ്ടാ. ഓക്കെ, ഇപ്പൊ നമ്മൾ റോഡിലൂടെ നമ്മളിപ്പോ വാഹനങ്ങൾ ഓടിക്കുമ്പോ ടയർ ആക്ച്വലി അവിടെ മോശം പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാ? ടയർ ഫ്രിക്ഷനുള്ളതുകൊണ്ടാ, റോഡ് ടു ടയർ. അതേസമയം അവിടെ വേറെ ടിയറും സംഭവിക്കുന്നുണ്ട് ടയറുകൾക്ക്. അതെന്തുകൊണ്ടാ? ഫ്രിക്ഷൻ കൊണ്ടാ. അപ്പൊ ഇറ്റ് ഈസ് എ നെസസറി ഈവിൾ എന്ന് നമ്മൾ പറയാം. നെസസറി ഈവിൾ, അതായത് നമുക്ക് ആവശ്യമുള്ളതാണ്, അതേസമയം നമുക്ക് അനാവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, സോ ഫ്രിക്ഷൻ ഹെൽപ്പ് us to walk, turn and stop. ആദ്യത്തെ അഡ്വാൻറ്റേജ്, ഫ്രിക്ഷൻ ഹെൽപ്പ് us to wear cap, ring. പിന്നെ ഫ്രിക്ഷൻ ഹെൽപ്പ് us to transfer of energy. ഫ്രിക്ഷൻ ഹെൽപ്പ് us in making fire. ഫ്രിക്ഷൻ ഫയർ ആദ്യമായിട്ട് നമ്മള് തീ ഉണ്ടാക്കി എങ്ങനെ? ഫ്രിക്ഷൻ വഴിയാ. 2 കല്ലുകൾ ഉരുതിയിട്ട്, നിങ്ങൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടോ? ഫ്രിക്ഷൻ ഹെൽപ്പ് us to hold on to object. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് അത് ക്യാച്ച് ചെയ്യുന്ന എന്തുകൊണ്ടാ? ഫ്രിക്ഷന്റെ പവറാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ മൂവിങ് പാർട്സ് ഓഫ് മെഷീൻസ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അൺവാണ്ടഡ് ആയിട്ട് എനർജി ലോസ് സംഭവിക്കുന്നത് ഫ്രിക്ഷൻ കാരണം. ഇനി പ്രൊഡ്യൂസ് നോയ്സ് ഇൻ മെഷീൻസ് ആൻഡ് എൻജിൻസ്. ഓക്കെ, ആവശ്യമില്ലാതെ സൗണ്ട് എനർജി ആയിട്ട് ഇത് ലോസ് ആവും. ഓക്കെ, മേക്സ് എനർജി എൻജിൻസ് ടു കൺസ്യൂം മോർ ഫ്യൂൽ. മോർ എനർജി ചെലവാക്കണം, മോർ ഫ്യൂൽ വേണ്ടേ. ഇനി കോസ് വിയർ ആൻഡ് ടിയർ ഇൻ മൂവിങ് പാർട്സ് ഓഫ് ദി മെഷീൻസ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു.
ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ക്വസ്റ്റ്യൻ കിട്ടാത്ത ടോപ്പിക്സ് തന്നെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില ബോക്സ് ഒക്കെ ആ ബോക്സ് തന്നെ, അതേപോലെ ബയോളജി കേസിൽ, അതായത് ഇപ്പൊ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളും വരും. ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും നമ്മൾ ഓരോന്നും കറക്റ്റ് ആ ഒരു സ്റ്റൈലാണ് വന്നത്. ആദ്യം നമ്മൾ കെമിസ്ട്രി പറഞ്ഞു, പിന്നെ ബയോളജി പറഞ്ഞു, പിന്നെ ഫിസിക്സ് പറഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓരോന്ന് നിങ്ങൾ ഷെഡ്യൂൾഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങൾ എല്ലാത്തിലും സ്ട്രെസ് കൊടുക്കണം. ഞാൻ തന്ന ആ ഒരു ബോക്സ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. ആ ബോക്സിലാണ് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഒരുപാട് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ അല്ല, ബോക്സ് ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ബോക്സ് ഇൻക്ലൂഡ്. ഓക്കെ, സോ നിങ്ങളുടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. സോ hope you all guys enjoyed this section. So good night.